ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാനൊരു വിശേഷം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നേക്കണേ. ഒരു കാഴ്ച. ഈ കാണുന്ന നദിയാണ് ചാഡ് നദി. ഈ ചാഡ് നദി എന്ന് പറഞ്ഞാൽ സെൻട്രൽ ആഫ്രിക്കയിൽ സ്ഥിതി ചെയ്യുന്നൊരു നദിയാണ്. ആഫ്രിക്കയിൽ തന്നെ ആമസോണും നൈലും കഴിഞ്ഞാൽ മൂന്നാമത്തെ നദിയാണ് ചാഡ് നദി. ചാഡ് നദിയിലെ വിശേഷങ്ങൾ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ ഒന്ന് കാണുക, സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുക, ബെൽ ബട്ടണൊക്കെ അമർത്തുക. അപ്പം ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ ചാഡ് നദിയുടെ വിശേഷങ്ങളെന്ന് പറഞ്ഞാൽ നിങ്ങളെ കാണിക്കാൻ ഞാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ കുറേ നാളായി ഇവിടെ വന്നപ്പോൾ തന്നെ ആളുകൾ പറയുന്നൊരു കാര്യമാണ്, ഈ നദി നിറയെ കുറേ ഹിപ്പോപ്പൊട്ടാമസും മുതലയൊക്കെ ഉണ്ടെന്ന്. അതൊന്നും ഞാനൊന്നും വിശ്വസിച്ചൊന്നുമില്ല കേട്ടോ പറഞ്ഞപ്പോൾ. പക്ഷേ ഇന്ന് എനിക്ക് എൻ്റെ കണ്ണുകൊണ്ട് കാണാൻ സാധിച്ചു. അതെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ ഒന്ന് പുറത്തിറങ്ങിയതാണ്. കുറച്ച് നേരം നടക്കാമെന്നും പറഞ്ഞിറങ്ങി. പെട്ടെന്ന് കാണുമ്പോൾ നോക്കിയാൽ കിടക്കണേ എന്താണെന്നറിയോ, ബ്ലാക്ക് കളറിൽ, അതാണ് ഹിപ്പോപ്പൊട്ടാമസ്. ഈ നദിയെ നിറയെ വെള്ളമായിരിക്കും കേട്ടോ. പക്ഷേ ഇപ്പോൾ വരൾച്ചയായത് കാരണം വെള്ളമൊക്കെ വറ്റി, ഇനി ജൂണിലേ മഴ വരുള്ളൂ. അപ്പോഴേക്കും ആ വെള്ളം വറ്റിക്കഴിഞ്ഞപ്പോൾ അതൊക്കെ കയറി ഇങ്ങനെ എല്ലായിടവും കിടക്കാറുണ്ട്. വളരെ കുറച്ച് ഇങ്ങനെ കാണാറുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും എനിക്ക് കാണാൻ സാധിച്ചൊരു കാഴ്ചയാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത്. ആ ഹിപ്പോപ്പൊട്ടാമസാണ് അവിടെ ഇറങ്ങി നടന്ന് പുല്ലൊക്കെ കഴിക്കുന്നു. ഇതൊക്കെ വളരെ ജീവിതത്തിൽ ഒരിക്കലും കാണാത്ത കാഴ്ചയാണ് കേട്ടോ. ഇതൊക്കെ എനിക്ക് കണ്ടപ്പോൾ വളരെ സന്തോഷമായി. അതൊക്കെ നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചിട്ടാണ് ഞാനിത് വീഡിയോ എടുത്ത് ഇത് നിങ്ങളെയൊക്കെ ഇതിനകത്തേക്ക് ഇട്ടത്. ഈ കാണുന്ന ഇതാണ് ഞാൻ താമസിക്കുന്ന സൊസൈറ്റി കേട്ടോ. ഇവിടെ നിന്ന് ആ സൈഡാണ് കാണുന്നതാണ് ചാഡ് നദി. ഇതെല്ലാം കാണാൻ പറ്റും എനിക്ക്. പിന്നെ ഇതിൻ്റെ മറു സൈഡ് കാണുന്നതാണ് കാമറൂൺ എന്ന സ്ഥലത്തിൻ്റെ ഔട്ടർ ഭാഗമാണ്. അത് വേറൊരു രാജ്യമാണ്. അവിടേക്ക് നമ്മൾക്ക് ഇതിനപ്പുറത്തേക്ക് വഞ്ചി വഴി പോകുന്നെങ്കിൽ നമ്മൾക്ക് പോകാൻ പറ്റില്ല. ഇവിടുത്തെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്ന വഞ്ചി വഴിയാണ്. നമ്മൾക്ക് വിസയും പാസ്പോർട്ടൊക്കെ പോകണം. കാമറൂണിലേക്ക് പോകുന്നെങ്കിൽ അത് ബൈ റോഡ് പോകണം. അത് 1000 കിലോമീറ്ററൊക്കെ പോയാൽ നമ്മൾക്ക് അവിടെ എത്താൻ സാധിക്കുള്ളൂ. കാമറൂണിൽ കാണുന്ന അസ്തമയമാണ് ഈ കാണുന്നത്. അസ്തമയം അവിടെ ദ്വാല എന്ന് പറയുന്ന ഒരു തുറമുഖമുണ്ട്. അവിടെയാണ് ഇന്ത്യയിൽ നിന്നും മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ സാധനങ്ങൾ വന്നിട്ട് ബൈ റോഡ് വഴിയാണ് നമ്മൾക്കൊക്കെ ഇവിടെ സാധനങ്ങളൊക്കെ എത്തുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടതിന് ശേഷം ലൈക്കും കമൻറ്റ് സബ്സ്ക്രൈബൊക്കെ ചെയ്യണം. ഇവിടെയൊക്കെ നമ്മളിങ്ങനെ പല സ്ഥലങ്ങളിൽ പോകുമ്പോഴല്ലേ നമുക്ക് ഇങ്ങനത്തെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കുകയുള്ളൂ. അതപ്പോൾ തന്നെ പകർത്തി മറ്റുള്ളവരിലേക്ക് അത് എത്തിക്കുമ്പോഴേക്കൊരു സന്തോഷം കൂടിയാണ്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോൾ ബൈ.